നല്ല പടം, നല്ല സിനിമ, നല്ല ഫീലിംഗ് ഉള്ള സിനിമ. ഭയങ്കര ഫീലിംഗ്. ഷുവർ നല്ല ഫാമിലി ഉള്ളതാണ്. കുറച്ച് സൂപ്പർ, ഇപ്പം പറയാനില്ല, എല്ലാ പടത്തിലും സൂപ്പർ. നല്ല ഫീൽ ചെയ്യുന്നു ഭയങ്കര. കുടുംബ ചിത്രം നല്ല പടം പിന്നെ തീർച്ചയായിട്ടും നല്ല മൂവി റിയൽ സ്റ്റോറിയാണ്. പക്ഷേ ഇമോഷണലി ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നന്മയുള്ള കഥാപാത്രങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഉർവശി ചേച്ചിയുടെ പെർഫോമൻസിനാണ് മെയിൻ. നല്ല പടം. എന്നതാ പറയുക, എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു പടം. ഇത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ അവർ പക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പം ദിനേശ് ആണെങ്കിലും ലുല്ലു സഭമാരനാണെങ്കിലും അസാധ്യ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വർഷത്തെ മികച്ച നടി ഓഫ് കോഴ്സ് ഉർവശി ആയിരിക്കും. അസാധ്യ പെർഫോമൻസ് ആണ്, കണ്ണ് നിറയിച്ചാണ് ലൈറ്റായിട്ട്. കാരണം വെച്ചാൽ അമ്മാതിൽ പിടിച്ചിരുത്തുന്ന ഒരുപാട് സീൻസുകളുണ്ട്. ഈ വർഷത്തെ മികച്ച നടി ഉർവശി ആയിരിക്കുന്നു, ഒരു ഡൗട്ടും വേണ്ട. അസാധ്യ പെർഫോമൻസ്, ഫാമിലി മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. നല്ല പടം, നല്ല ഇതാണ്. ഉർവശി വളരെ നന്നായിട്ടുണ്ട്, നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴക്കുണ്ടാക്കുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർ എത്രമാത്രം നോക്കുന്നു, എല്ലാവരും സ്നേഹിക്കുന്നവർ എത്രമാത്രം വിഷമിക്കുന്നു എന്നുള്ളത് എല്ലാവരും അറിയേണ്ട സിനിമ തന്നെയാണ്. ശരിക്കും വളരെ നന്നായിട്ടുണ്ട്. ഋഷിയുടെ കയ്യിൽ ഏത് കഥാപാത്രവും അതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോന്ന് പുതിയതായിട്ട് വരുംതോറും കൂടുതൽ മെച്ചമായിട്ടാണ് വരുന്നത്. ശരിക്കും വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചേക്കുന്നത്. നമ്മളെ ജീവിതമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന മൂവിയാണ്. ഒരു മധുരൂടെ കാണിക്കുന്നത്, മധുത്വമല്ല. ഇതിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. മറ്റേ ഉർവശി മേഡം പറഞ്ഞ ഇന്ത്യൻ സിനിമ കണ്ടാണ്, വേൾഡ് സിനിമ കണ്ട വലിയ ആക്ട്രസ് പറയാം. ഇല്ല, നാഷണൽ അവാർഡ് ഉറപ്പാണ്. എല്ലാം നടന്ന സംഭവമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. ഒരുപാട് നാളെ ഇങ്ങനെ സിനിമ കണ്ടിട്ട് മലയാളത്തിൽ ഇങ്ങനെ സിനിമ ആയിട്ട് കുറേ നാളെ നമുക്ക് ടച്ച് ചെയ്യുന്ന മൂവിയാണ്. ഒരു മധുരൂത് നമ്മുടെ മതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന, നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന മൂവിയാണ്. മലയാളത്തിൽ ഇങ്ങനെ സിനിമകൾ വരണം. പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. யாருமே ரீப்ளேஸ் பண்ணவே முடியாது. பயங்கரமான லெஜெண்ட் அவங்க. செகண்ட் ஆப்ஷன் ராதிகா மேடத்துல செகண்ட் ஆப்ஷன். ஆமாம், செகண்ட் எனக்கு ராதிகா அம்மாவுக்கு போல நினச்சேன். ஏன்னா இவங்க வந்து காமெடி, சீரியஸ், எமோஷன் எல்லாமே சேர்ந்து பண்ணுவாங்க. அது என்னால் எனக்கு ஃபஸ்ட்டு ஒரு செம்மேட்ட போகணும் அப்படின்னு தோணுச்சு. அதுக்கப்புறம் தான் ராதிகா அம்மா செகண்ட் ஆப்ஷனில் வச்சுருந்தேன். பட் இவங்க ஓகே பண்ணி படம் பண்ணது எனக்கு ரொம்ப பெரிய தேங்க்ஸ். ஒரு படம் பண்ணதுக்கு கேரளா மக்கள் வந்து இதை கொண்டு போயிட்டு எல்லாரும் பாருங்கள், ஃபேமிலியோடு பாருங்கள். தயவு செஞ்சு அம்மாவை கூப்பிட்டு வாங்க தியேட்டர்ஸ்க்கு. அம்மாவை கூப்பிட்டு வந்து அம்மா கூட உட்காந்து பாருங்கள். அதான் நான் உங்கள்கிட்ட வச்சுக்கிறேன் വേണ്ടുകോൾ. താങ്ക് യു. പിന്നെ ഉർവശി ചേച്ചിയുടെ അഭിനയം ഒന്നും പറയാനില്ല. അതിപ്പോൾ നമുക്കതിനകത്തൊന്നും പറയാനില്ലല്ലോ. ഒരു റിയൽ സൂപ്പർ സ്റ്റാർ. പിന്നെ അമ്മയുടെ ഒരു കഥയായതുകൊണ്ട് എല്ലാവർക്കും അത്, അമ്മയെ സ്നേഹിക്കാത്തവർ, അതെ തീർച്ചയായിട്ടും. അങ്ങനെ ഇപ്പോഴത്തെ സമയത്ത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അവരൊക്കെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു ഫിലിമായിരുന്നു. അമ്മ ഇമോഷൻസ് ഒക്കെ നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട്, അതല്ല മെയിൻ കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. എന്തോ നല്ല പടം, എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് കാണാൻ.